ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് വേൾഡ്. ടീച്ചേഴ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫോർത്ത് സെം ഇംഗ്ലീഷിലെ അപ്രീഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് മോഡ്യൂൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഫിക്ഷനാണ്. ഇതിൻ്റെ പ്രീവിയസ് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു വീഡിയോസൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോർത്ത് പാർട്ട് വാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നറേറ്റീവ് ടെക്നിക്സ് ആയിരുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ലോങ് ഫിക്ഷൻ ആൻഡ് ഷോർട്ട് ഫിക്ഷനാണ്. സോ നമുക്ക് അതിലേക്ക് പോവാം. Difference between long fiction and short fiction. In the famous book The Poetics of Prose, Zvitan Todorov wrote, "The public prefers novel to tale, long books to short text, not because length is taken as a criterion for value, but because there is no time in a reading of short work to forget it is only literature and not life. The prime factor that distinguishes the novel from the short story is the length. A novel is certainly longer than a story. A novel should be long enough to be published as a volume, a book. E.M. Forster suggested that the minimum length of a novel should be 50,000 words. There is no upper limit. There are novels with more than 1,000,000 words like Clarissa Harlow." ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് തൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കായിട്ടുള്ള ദ പോയറ്റിക് ഓഫ് പ്രോസ് എന്നുള്ള വർക്കിൽ നമ്മുടെ സ്വിറ്റാൻ ടെഡറോവ് പറയുന്നുണ്ട് ഇവിടെ പൊതുജനങ്ങൾക്ക് കഥയേക്കാളും നോവലുകളും അതുപോലെ തന്നെ ആ ഒരു ഷോർട്ട് വർക്കിനേക്കാളൊക്കെ വലിയ പുസ്തകങ്ങളാണ് ഇഷ്ടം, അല്ലെങ്കിൽ ലോങ് ബുക്സാണ് ഇഷ്ടമെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലെങ്തി അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഗുണമേന്മ കാണിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു ചെറിയ പുസ്തകം വായിക്കുന്ന സമയത്ത് അത് വെറും ഒരു ലിറ്ററേച്ചറാണെന്ന് തോന്നും. പക്ഷേ വലിയ ബുക്സ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലൈഫാണെന്നുള്ള ഒരു തോന്നലുണ്ടാവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെങ്ത്താണ് അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ഒരു നോവലിനെ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുക്ക് നമ്മൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തക്ക നീളത്തിലുള്ളതായിരിക്കണം ഒരു നോവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Then, short stories are limited to a few pages, although there are several common features for the short story and the novel. The compactness of the short story is achieved through a smaller number of characters, mainly focusing on the protagonist, a simpler plot centered on a single major conflict, a simple setting, and a concentrated format with selected descriptions and dialogues. ഇവിടെ ഷോർട്ട് സ്റ്റോറി കുറച്ച് പേജുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. അപ്പോൾ നോവൽസും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസും കോമൺ ആയിട്ട് ചില ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഒരു ഷോർട്ട് സ്റ്റോറിയിൽ അതിൻ്റെ ക്യാരക്ടേഴ്സിന് എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഒരു പ്രൊട്ടഗോണിസ്റ്റിനെ ഫോക്കസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ മാത്രം ഫോക്കസ് ചെയ്തോ അല്ലെങ്കിൽ സിമ്പിൾ സെറ്റിംഗ് ഒരുക്കിയും ഡിസ്ക്രിപ്ഷൻസും ഡയലോഗ്സും ഒക്കെ കുറച്ചുമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറീൻ്റെ നീളം കുറയ്ക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then, one of the early masters of the short story was Edgar Allan Poe. He said that a short story is intended to be read in a single sitting and designed to produce a single effect. Novels keep the readers occupied for days, weeks, or even months. Novels offer full-fledged characters. Short stories reveal only the essential aspects of a character. Setting is limited in a short story. Short stories deal with problems that can be easily resolved, whereas novels talk about issues and conflicts which are deep. Short stories show events happening in a short time. Novels discuss things that cover long periods, but we can also find novels set in a day. Subplots are employed both in the short story and the novel, but they are comparatively much less in a short story. Novels have multiple voices and points of view to keep the reader's interest alive and to achieve certain artistic, aesthetic, and political aims. Short stories are written in a short time, whereas writing a novel is a laborious job. ഇവിടെ പറയുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിലെ മാസ്റ്റർ ആയിരുന്നു എഡ്ഗർ അലൻ പോ. അദ്ദേഹം പറഞ്ഞത് ഒരു സിംഗിൾ സിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരേ ഇരിപ്പിൽ വായിച്ചു തീർക്കേണ്ട ഒന്നായിരിക്കണം ഷോർട്ട് സ്റ്റോറി എന്നാണ്. അതിൻ്റെ ഫലം ഒരു വികാരം മാത്രമായിരിക്കണം. നോവൽസ് വായിച്ചു തീർക്കാൻ ചിലപ്പോൾ ഡേയ്സോ വീക്സോ മന്ത്സോ ഒക്കെ വേണ്ടി വന്നേക്കും. നോവൽസിൽ മുഴുനീളം ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്നാൽ ഷോർട്ട് സ്റ്റോറീസിൽ ക്യാരക്ടേഴ്സിൻ്റെ അത്യാവശ്യ സവിശേഷതകളെ മാത്രമേ കാണിക്കാറുള്ളൂ. ഷോർട്ട് സ്റ്റോറീസിൽ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക, എന്നാൽ നോവലിൽ
ആ ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ വളരെ ഡീപ്പായിരിക്കും. പക്ഷേ ഒറ്റ ദിവസത്തിൽ തീരുന്ന കഥയുള്ള നോവൽസും ഉണ്ട്. നോവൽസിലും ഷോർട്ട് സ്റ്റോറീസിലും സബ് പ്ലോട്ട്സ് ഉണ്ടെങ്കിലും ഷോർട്ട് സ്റ്റോറീസിൽ അത് വളരെ കുറവായിരിക്കും. നോവൽസിൽ മൾട്ടിപ്പിൾ വോയിസസും അതുപോലെ തന്നെ പോയിൻ്റ് ഓഫ് വ്യൂസൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. റീഡേഴ്സിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് നിലനിർത്താനും ചില ആർട്ടിസ്റ്റിക് ഉദ്ദേശങ്ങൾ നിറവേറ്റാനും ഒക്കെ നോവൽസിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഷോർട്ട് സ്റ്റോറീസ് എഴുതാൻ കുറച്ച് സമയം മതി, പക്ഷേ നോവൽസ് എഴുതുന്നത് ഒരു ലാബോറിയസ് ജോബാണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Okay, next one, picaresque novel. The word picaresque comes from the Spanish word picaro. Picaro means a knave, rogue, rascal or rowdy. Picaresque novels talk about the adventures of carefree but interesting rascal who lives by his quick wits than by any honorable work. The protagonist wanders from place to place in his efforts to survive. This form of novel started in Spain in the 16th century. The society at that time shifted from a feudal to monarchical society. This social change produced a set of vagabonds with a special way of living. The protagonists are often rascals who come from a low social class. These novels are episodic in nature and they are narrated from the first person point of view. This narrative satirizes the characters and societies they depict. From Spain, the picaresque novel moved into other European countries like France, Holland and England. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് സ്പാനിഷ് വേർഡായിട്ടുള്ള പിക്കാരോയിൽ നിന്നാണ് പിക്കാറസ്ക് വരുന്നത്. പിക്കാരോയുടെ മീനിങ് എന്ന് പറയുന്നത് റാസ്കൽ, റൗഡി എന്നൊക്കെയാണ്. അത്തരം റാസ്കൽസിൻ്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള സ്റ്റോറീസാണ് പിക്കാറസ്ക് നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർ റാസ്കൽസ് ആണെങ്കിലും ചില നല്ല ഗുണങ്ങൾ അവരിൽ കാണാൻ വേണ്ടി സാധിക്കും. സ്ഥിരമായിട്ട് എന്തെങ്കിലും ജോലി കൊണ്ടോ അല്ലെങ്കിൽ സ്വത്തുക്കൾ കൊണ്ടോ ഒന്നും അല്ല അവർ ജീവിക്കുന്നത്. അവരുടെ പ്രത്യേക കഴിവുകൾ യൂസ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി അവർ പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കാറുണ്ട്. ഇത്തരം നോവൽസ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് 16th സെഞ്ച്വറിയിൽ സ്പെയിനിലാണ്. അന്ന് സൊസൈറ്റി ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്നും മൊണാർക്കിയൽ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ രാജ്യഭരണത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാറ്റവും ഒരു കൂട്ടം അലിഞ്ഞു നടക്കുന്ന റാസ്കൽസിനെ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൊസൈറ്റിയുടെ ലോവർ ക്ലാസ്സിൽ നിന്നും വരുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ സംഭവങ്ങളെ കൂട്ടിയിണക്കിയിട്ടാണ് ഈ നോവൽ പുരോഗമിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇത്തരം നോവൽസൊക്കെ എഴുതാറുള്ളത്. ഈ നോവൽ അവിടെയുള്ള സൊസൈറ്റീസിനെയും അല്ലെങ്കിൽ സമൂഹങ്ങളെയും വ്യക്തികളെയും ഒക്കെ വളരെ ഹാസ്യാത്മകമായിട്ടാണ് ഈ നോവൽ വിവരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രചനയിൽ അവർ വിവരിക്കുന്നത്. സ്പെയിനിൽ നിന്നും ഇത്തരം നോവൽസ് ഫ്രാൻസ്, ഹോളണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് മുതലായ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹിയർ ആർ സം ഫേമസ് പിക്കാറസ്ക് നോവൽ ആൻഡ് ദെയർ റൈറ്റേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ താഴെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പിക്കാറസ്ക് നോവൽസും അതുപോലെ തന്നെ റൈറ്റേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്. ദ അൺഫോർച്ചുനേറ്റ് ട്രാവലർ ഓർ ദ ലൈഫ് ഓഫ് ജാക്ക് വിൽട്ടൺ, തോമസ് നഷെ, മോൾ ഫ്ലാൻറ്റേഴ്സ്, ഡാനിയൽ ഡെഫോ, ജോസഫ് ആൻഡ്രൂസ്, ജോനാഥൻ വാൾട്ട് ആൻഡ് ടോം ജോൺസ്, ഹെൻറി ഫീൽഡിംഗ്, റോഡ്രിക് റാൻഡം ആൻഡ് ഫെർഡിനൻഡ് കൗണ്ട് ഫാറ്റോം, ടോബിയസ് സ്മോളറ്റ്, അഡ്വഞ്ചേഴ്സ് ഹക്കിൾബറി ഫിൻ, മാർക്ക് ട്വെയിൻ, then John Quixote, Cervantes, The Horsemouth, Joyce Carey, Invisible Man, Ralph Ellison, The Adventures of Augie March and Henderson, The Rain King, Saul Bellow, Confessions of Felix Krull, Thomas Mann. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പിക്കാറസ്ക് നോവൽസും അതുപോലെ തന്നെ റൈറ്റേഴ്സും. നെക്സ്റ്റ്, epistolary novel. An epistolary novel is narrated through the medium of letters written by one or more characters. It dates back to the 18th century. Samuel Richardson's Pamela or Virtue Rewarded and Clarissa Harlowe are epistolary novels. Novels written in this format are less dialogue-driven. They offer an intimate view of the characters' thoughts and feelings in simple, direct language without interference from the authors. ഓക്കെ, ഇവിടെ എപ്പിസ്റ്റലറി നോവൽസിൽ കഥ പറയുന്നത് ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ കൂടുതൽ ക്യാരക്ടേഴ്സോ എഴുതുന്ന എഴുത്തുകളിൽ കൂടെയാണ്. ഇത്തരം നോവൽസ് ആക്ച്വലി 18th സെഞ്ച്വറിയിൽ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാമുവൽ റിച്ചാർഡ്സൻ്റെ പമേല ഓ വെർച്യു റിവാർഡഡ് അതുപോലെ തന്നെ ക്ലാരിസ ഹാർലോ ഒക്കെ എപ്പിസ്റ്റലറി നോവൽസാണ്. ഇങ്ങനെയുള്ള നോവൽസിൽ സാധാരണ ഡയലോഗ്സ് വളരെ കുറവായിരിക്കും. മാത്രമല്ല അതിൽ ക്യാരക്ടേഴ്സ് തങ്ങളുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ ഓതറിൻ്റെ ആ ഒരു ഇൻ്റർഫിയറൻസ് മീൻസ് ആ ഒരു ഇടപെടൽ ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഡയറക്റ്റായിട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. Important novels in this category are La Nouvelle Heloise Rousseau, The Expedition of Humphrey Clinker, Tobias Smollett, The Sorrows of Young Werther, Goethe, Evelina,
Fanny Burney, Letters, John Butt, The Color Purple, Alice Walker, Possession, A.S. Byatt. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന നോവൽസും അതുപോലെ തന്നെ നോവലിസ്റ്റും. നെക്സ്റ്റ്, Gothic novel. The word Goth comes from the Goths, the northern European tribe that fought against the Roman Empire. As a critical term used in art, it meant monstrous, barbarous, and disorderly, to differentiate it from the Greco-Roman tradition. Now, the term Gothic is used to mean the medieval world in general and the medieval form of architecture in particular. It was the type of architecture featuring a lot of ornamental and intricate detail, flying buttresses, then pointed arch and walls, narrow spires, stained glass windows, and prominent verticality. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഗോത്ത് എന്ന വേർഡ് ഗോത്ത്സ് എന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ്. റോമൻ എംപയറിന് എതിരായിട്ട് യുദ്ധം ചെയ്ത ഒരു നോർത്ത് യൂറോപ്യൻ വംശമാണ് ഗോത്ത്സ് എന്നത്. അപ്പോൾ ആർട്ടിലെ ഒരു ക്രിട്ടിക്കൽ ടേം എന്ന നിലയിൽ അതിനർത്ഥം മോൺസ്ട്രസ്, അതുപോലെ തന്നെ ബാർബറസ്, ഭീമാകാരമായിട്ടുള്ള, പേടിപ്പെടുത്തുന്ന, ഡിസോർഡർലി എന്നൊക്കെയാണ് അതിന് മീനിങ് ആയിട്ട് വരുന്നത്. എന്നാൽ ഇപ്പോൾ ഗോതിക് എന്നതിൻ്റെ അർത്ഥം മധ്യകാലഘട്ടവും പ്രത്യേകിച്ച് അന്നത്തെ ആ ഒരു ആർക്കിടെക്ചർ ഫീച്ചറുമാണ്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ ഫീച്ചറിൽ ധാരാളം നമുക്കറിയാം ഓർണമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അലങ്കാരപ്പണികളും കോർത്തു നിൽക്കുന്ന ഗോപുരങ്ങളും വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഗോവണിപ്പണികളും ചിത്രപ്പണികളുള്ള ജനൽപ്പാളികളും കുത്തനെ ഉയർന്ന കെട്ടിടവും ഒക്കെ കാണാനായിട്ട് സാധിക്കുമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. Gothic novel chills the spine and curdles the blood by using mystery, terror, horror, suspense, and the supernatural. The most common setting is wild and desolate landscapes, dark forest, ruined abbey, feudal halls, medieval castles with torchlit dungeons, secret passages, winding stairway, sliding panels, and torture chambers. The genre was started by Horace Walpole in his The Castle of Otranto, a Gothic story. It was a gruesome tale of passion, bloodshed, and villainy. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതിക് നോവൽസ് വായിക്കുന്ന സമയത്ത് റീഡേഴ്സിന് ഭയങ്കരമായിട്ടുള്ള പേടി അനുഭവപ്പെടുന്നു എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രഹസ്യങ്ങളും അതുപോലെ തന്നെ ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഇത്തരം ഭയം നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. ഗോതിക് നോവൽസിലെ സെറ്റിംഗ് പ്രധാനമായിട്ടും വിജന പ്രദേശങ്ങളും അതുപോലെ തന്നെ മരുഭൂമികളും ജീർണിച്ച ആശ്രമങ്ങളും മധ്യകാല കോട്ടകളും രഹസ്യമായിട്ടുള്ള ഉൾവഴികളും കറങ്ങി കറങ്ങി പോകുന്ന ഗോവണിപ്പടികളും പീഡനമുറികളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം നോവൽസ് ആക്ച്വലി തുടങ്ങി വെച്ചത് നമ്മുടെ ഹൊറേസ് വാൽപോളിൻ്റെ കൃതിയായിട്ടുള്ള ദി കാസൽ ഓഫ് ഒട്രാൻഡോ എ ഗോതിക് സ്റ്റോറി എന്നതിലൂടെയാണ്. ഇതിൽ ചോരപ്പുഴകളുടെയും അതുപോലെ തന്നെ ചതികളുടെയും ഒക്കെ കഥയാണ് പറയുന്നത്. Other famous writers in this genre are Anne Radcliffe, Mysteries of Udolpho, an Italian; Clara Drew, The Old English Baron; William Beckford, Vatk; Anne Worsley, The Royal Captives; Matthew Lewis, The Monk; and Sia Maturin, The Fatal Revenge. ഓക്കെ, അപ്പം ഇത്രയും റൈറ്റേഴ്സാണ് ഗോതിക് നോവലിലെ അന്നത്തെ ഒരു ഫേമസ് റൈറ്റേഴ്സായിട്ട് ഉണ്ടായിരുന്നത്. In 19th century novels, which can be compared to the Gothic novels, are Mary Shelley's Frankenstein and Jane Austen's Northanger Abbey. The influence of the Gothic genre can be seen in writers like Edgar Allan Poe, William Faulkner, Nathaniel Hawthorne, Bronte sisters, and Charles Dickens. Gothic heroes are mysterious people with dark histories and secrets of their own. A typical Gothic hero is known for his power and charisma and not for his goodness. The challenge of the Gothic heroine is winning his love without being destroyed in the process. ഓക്കെ, ഇവിടെ പറയുന്നത് 19th സെഞ്ച്വറിയിലെ ഗോതിക് നോവലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന നോവൽസാണ് നമ്മുടെ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈനും അതുപോലെ തന്നെ ജെയിൻ ഓസ്റ്റൻ്റെ നോർത്താങ്കർ അബിയും. ഗോതിക് കഥകളുടെ സ്വാധീനത്തിൽ പലരും കഥകളും നോവൽസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അവരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് എഡ്ഗർ അലൻ പോ, വില്യം ഫോക്നർ, നഥാനിയൽ ഹാത്തോൺ, ബ്രോൺറ്റെ സിസ്റ്റേഴ്സ്, ചാൾസ് ഡിക്കൻസ് എന്നിവരൊക്കെ. ഗോതിക് ഹീറോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ മിസ്റ്റീരിയസ് പീപ്പിളായിരിക്കും, അതായത് രഹസ്യാത്മകമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഡാർക്ക് ഹിസ്റ്ററീസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക, ഇരുണ്ട ചരിത്രങ്ങളും. അതുപോലെ തന്നെ പറയുന്നുണ്ട് അവർക്ക് സീക്രട്സ്, അതായത് സീക്രട്സ് ഓഫ് ദെയർ ഓൺ, അവരുടേതായിട്ടുള്ള സീക്രട്സ് അവർക്ക് ഉണ്ടായിരിക്കും. തൻ്റെ ശക്തിയും പ്രതാപവും കൊണ്ടാണ് ആക്ച്വലി അവർ ഒരു ഗോതിക് ഹീറോ ആയിട്ട് അറിയപ്പെടുന്നത്. അല്ലാതെ അയാളുടെ അങ്ങനെ ഉള്ള നന്മകൾ കൊണ്ടോ അല്ലെങ്കിൽ ഗുഡ്നെസ് കൊണ്ടോ ഒന്നുമല്ല അവർ അങ്ങനെ അറിയപ്പെടുന്നത്, അവരുടെ ആ ഒരു ശക്തി കൊണ്ടാണ്.
അതുപോലെ തന്നെ ഇതിലെ ഗോതിക് ഹീറോയിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് അവർ ഒരു കേടുപാടും ഒന്നും സംഭവിക്കാതെ ആ ഒരു ഹീറോയുടെ സ്നേഹം എങ്ങനെ പിടിച്ചു പറ്റാം എന്നതിലൂടെയാണ് അവരുടെ ഒരു വെല്ലുവിളി ആയിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, Bildungsroman. It originated in Germany. The word Bildung in German means education and Roman means novel. So it means a novel of education or a novel of information. It narrates the psychological, moral and sometimes the spiritual development of the protagonist from childhood to maturity to the point of his understanding his role in the world. In their journey towards self-realization, the protagonist might face trials and tribulations and often undergo a spiritual crisis. ഇവിടെ ബിൽഡിങ്സ്റോമാൻ എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ജർമ്മൻ ഭാഷയിൽ ബിൽഡിങ്സ് എന്നാൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ റോമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവൽ എന്നുമാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ അതിനർത്ഥം എഡ്യൂക്കേഷനുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള നോവൽ എന്നാണ്. ഇതിലെ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ ചെറുപ്പം മുതലുള്ള ആ ഒരു സൈക്കോളജിക്കൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണ് ഇതിലെ ഇതിവൃത്തമായിട്ട് വരുന്നത്. പ്രൊട്ടഗോണിസ്റ്റ് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഈ വേൾഡിൽ തൻ്റെ റോൾ എന്തെന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്യത്തിലേക്കുള്ള അയാളുടെ കുതിപ്പിൽ പലപ്പോഴും പരീക്ഷണങ്ങളും ദുഃഖങ്ങളും അയാളെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഒരു സ്പിരിച്വൽ ക്രൈസിസ്, അതായത് ആത്മീയ സംഘർഷങ്ങളും അയാൾക്ക് പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. A classic example is Goethe's William Meister's Apprenticeship. Other well-known examples are Jane Eyre by Charlotte Bronte, The Mill on the Floors by George Eliot, Great Expectations by Charles Dickens, Of Human Bondage by Somerset Maugham, The Magic Mountain by Thomas Mann, and To Kill a Mockingbird by Harper Lee. An important subtype of Bildungsroman is Kanzlerroman or novel of the artist. It explores the development of an artist from childhood into the stage of maturity to the point when the protagonist realizes his artistic potential and mission. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ജർമ്മൻ റൈറ്റർ ആയിട്ടുള്ള ഗേറ്റയുടെ വില്യം മേസ്റ്റേഴ്സ് അപ്രന്റീസ്ഷിപ്പാണ് ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് വരുന്നത് എന്നാണ്. അതുപോലെ തന്നെ ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ എയർ, ദെൻ ജോർജ് എലിയറ്റിൻ്റെ ദ മിൽ ഓൺ ദ ഫ്ലോസ്, ചാൾസ് ഡിക്കൻസിൻ്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, സോമർസെറ്റ് മോണിൻ്റെ ഓഫ് ഹ്യൂമൻ ബോണ്ടേജ്, തോമസ് മാൻ്റെ ദ മാജിക് മൗണ്ടെയിൻ, ഹാർപ്പർ ലീയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡ്, ഇതെല്ലാം മറ്റൊരു എക്സാമ്പിളായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ബിൽഡിങ്സ്റോമൻ്റെ ഒരു സബ് ടൈപ്പാണ് കൺസ്ലർ-റോമാൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ നോവൽ എന്ന് പറയുന്നത്. ഇതിൽ ആക്ച്വലി ഒരു ആർട്ടിസ്റ്റിൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നും ആ ഒരു മെച്യൂരിറ്റിയിലേക്കുള്ള വളർച്ചയും തൻ്റെ കലയിലെ റോളും ഒക്കെയാണ് വിവരിക്കുന്നത്. Then historical fiction. This is a type of fiction in which an important historical event or an era serves as a backdrop to a story that may include fictional characters or historical personages or a mix of both. Historical novels try to show the spirit, manners, social norms, customs, and social conditions of a past age. To add interest and credibility to the narrative, they add realistic details. The characters in a historical novel are to reflect the era, their appearance and speech. Those who write historic novels should study the period they write about very thoroughly. The historical novel began with Sir Walter Scott. Great writers like Victor Hugo, then Alexander Dumas, James Fenimore Cooper and Leo Tolstoy used this medium. ഇവിടെ പറയുന്നത് ഇത്തരം നോവൽസ് ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റോ ഒരു കാലഘട്ടമോ ആണ് വിവരിക്കുന്നത് എന്നാണ്. അതിലെ ക്യാരക്ടേഴ്സ് ഫിക്ഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പേഴ്സണേജസ് ആവാം, എന്ന് വെച്ചാൽ ചരിത്ര പുരുഷന്മാരൊക്കെ ആവാം. ചിലപ്പോൾ മിക്സ് ഓഫ് ബോത്ത്, അതായത് രണ്ട് തരത്തിലുള്ളവരും കൂടെ ചേർന്നുള്ളതാകാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ നോവൽസ് പഴയ കാലങ്ങളിൽ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥകളും ആചാരങ്ങളും ജീവിത രീതികളും മറ്റും വരച്ച് കാണിക്കാറുണ്ട്. കഥയ്ക്ക് മാറ്റി കൂട്ടാൻ പലപ്പോഴും ഒരു റിയലിസ്റ്റിക് ഡീറ്റെയിൽസ് കൂട്ടിച്ചേർക്കാറുണ്ട്, അതായത് ഒരു ശരിയായിട്ടുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാറുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ അപ്പിയറൻസും സ്പീച്ചും ഒക്കെ ആ ഒരു പഴയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഹിസ്റ്റോറിക്കൽ നോവൽസ് എഴുതുന്ന സമയത്ത് അവർ എഴുതുന്ന ആളുകൾ ആ ഒരു കാലഘട്ടങ്ങളെ പറ്റി നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. സർ വാൾട്ടർ സ്കോട്ടാണ് ഇത്തരം നോവൽസിൽ തുടക്കമിട്ടിട്ടുള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ വിക്ടർ ഹ്യൂഗോ, അലക്സാണ്ടർ ഡ്യൂമോ, ജെയിംസ് ഫെനമോ കൂപ്പർ തുടങ്ങിയവരാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ നോവൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്നും പറഞ്ഞിട്ടുണ്ട്. Some of the most famous historical novels are Waverley Kenilworth and Ivanhoe, Sir Walter Scott, The Leatherstocking Tales, James Fenimore Cooper, The Hunchback of Notre Dame, Victor Hugo, The Three Musketeers, Alexander Dumas, War and Peace, Leo Tolstoy, I Claudius, Robert Graves, A Tale of Two Cities, Charles Dickens, Romola, George Eliot, Gone with the Wind, Margaret Mitchell, The Confession of Nat Turner, William Styron,
ദെൻ ബിലൗഡ് ടോണി മോറിസൺ. ഓക്കെ, ഇവിടെ ഹിസ്റ്റോറിക്കൽ നോവൽസിൻ്റെ എക്സാമ്പിൾസും അതുപോലെ തന്നെ അതിൽ റൈറ്റേഴ്സിൻ്റെ നെയിമുമാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. In this type, a detective, either an amateur or a professional, investigates a crime often involving a murder. The detective solves the crime through the use of deductive reasoning from various clues. In this genre, the twists and turns of the plot are more important than characterization and setting. The formula of the detective fiction is always similar: a seemingly perfect yet baffling crime, a number of clues and red herrings that invite the reader to match wits with the detective, several suspects, a detective who uses logic and intuition to solve the crime, an assistant spouse, servant or secretary to provide comic relief, and an unexpected conclusion. Detective fiction should be differentiated from mysteries and crime fiction. Mysteries may or may not involve a detective, deductive reasoning, or other features of detective fiction. In crime fiction, the focus is on the criminal and his psychological state rather than on the detective and his investigation strategies. ഇവിടെ പറയുന്നത് ഇത്തരം നോവൽസിൽ ഒരു ഡിറ്റക്റ്റീവ് ഒരു കുറ്റകൃത്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു ക്രൈം പലപ്പോഴും മർഡർ ആയിരിക്കും. ഡിറ്റക്റ്റീവ് അമേച്ചറോ പ്രൊഫഷണലോ ഒക്കെ ആവാം. മാത്രമല്ല ഡിറ്റക്റ്റീവ് ചില ക്ലൂസ്, അതായത് സൂചനകളിൽ നിന്നും ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് ആ ഒരു ക്രിമിനൽസിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു നോവൽസിൽ കഥയുടെ ട്വിസ്റ്റ് ആൻഡ് ടേൺസിന് ആ ഒരു ക്യാരക്ടേഴ്സിനേക്കാളും സെറ്റിങ്സിനേക്കാളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് നോവലിൻ്റെ ഒരു ഫോർമുല ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത്, പക്ഷേ എല്ലാവരെയും അമ്പരപ്പെടുത്തുന്ന ഒരു കുറ്റം, അതുപോലെ ചില സൂചനകളും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വേറെ ചില ഹിൻസ് അല്ലെങ്കിൽ സൂചനകളും സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന പലരും ഒക്കെയാണ് അതിലുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിറ്റക്റ്റീവ് ലോജിക്കും അതുപോലെ തന്നെ തൻ്റെ ബുദ്ധിയും ഉപയോഗിച്ചിട്ട് കുറ്റവാളിയെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കഥകളിൽ കോമിക് റിലീഫിന് വേണ്ടി ഒരു അസിസ്റ്റൻ്റോ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളിയോ ജോലിക്കാരനോ സെക്രട്ടറിയോ ഒക്കെ ഉണ്ടായിരിക്കും. ആ ഒരു കഥയുടെ അവസാനം റീഡേഴ്സിന് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അത് സംഭവിക്കുക, അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ആക്ച്വലി ഒരു മിസ്റ്ററീസ്, ക്രൈം ഫിക്ഷൻ എന്നിവയിൽ നിന്നും വേർതിരിച്ച് കാണേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിസ്റ്ററിയിൽ ആ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടായെന്നും ഇല്ല എന്നും ഒക്കെ വരാം. ഇവിടെ ലോജിക്കിനും മറ്റു ഡിറ്റക്റ്റീവ് ഫിക്ഷനിലെ ആ ഒരു ഫീച്ചേഴ്സിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്നാൽ ക്രൈം ഫിക്ഷനിൽ അതിലെ ക്രിമിനൽസിനും അയാളുടെ മനോനിലയ്ക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ ഡിറ്റക്റ്റീവിനും അയാളുടെ ആ ഒരു ഐഡിയാസിനൊന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. Some examples of detective function are The Innocence of Father Brown, G.K. Chesterton, The Maltese Falcon and the Tin Man, Dashiell Hammett, Big Sleep, Raymond Chandler, I the Jury, Mickey Spillane, The Case of the Velvet Clothes and The Case of the Sulky Girl, Earl Stanley Gardner, In the Heat of the Night, John Ball, Cotton Comes to Harlem, and Blind Man with a Pistol, Chester Heim, Inner City Blues, Paula L. Woods. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡിറ്റക്റ്റീവ് ഫംഗ്ഷനിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, സയൻസ് ഫിക്ഷൻ. The term science fiction first appeared in William Wilson's A Little Earnest Book Upon a Great Old Subject in 1851. The credit of popularizing the term goes to the American publisher Hugo Gernsback. Science fiction is often shortened to SF or sci-fi. This type of narrative fiction deals with the impact of science, real or imaginary, upon the society and individuals. It was a byproduct of the Industrial Revolution. The social changes brought about by the Industrial Revolution made writers think about the impact science and technology will have on future generations. Major themes and concerns of science fiction include technological change and development, interstellar travel, time travel, extraterrestrial attacks, exploration of the space, interplanetary warfare, utopian and dystopian societies, wars involving mass destruction and ecological catastrophe. Sci-fi stretches the imagination. ഇവിടെ പറയുന്നത് 1851 പബ്ലിഷ് ചെയ്തിട്ടുള്ള എ ലിറ്റിൽ ഏർണസ്റ്റ് ബുക്ക് അപ്പോൺ എ ഗ്രേറ്റ് ഓൾഡ് സബ്ജക്റ്റ് എന്ന വില്യം വിൽസൺ എഴുതിയിട്ടുള്ള ബുക്കിലാണ് സയൻസ് ഫിക്ഷൻ എന്ന ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതുപോലെ തന്നെ ഇത്തരം നോവൽസിനെ ആക്ച്വലി പോപ്പുലർ ആക്കിയത് നമ്മുടെ അമേരിക്കൻ പബ്ലിഷറായിട്ടുള്ള ഹ്യൂഗോ ഗേൺസ്ബാക്ക് ആണ്. സയൻസ് ഫിക്ഷനെ നമ്മൾ ഷോർട്ടായിട്ട് SF എന്നും അതുപോലെ തന്നെ സിഫി എന്നും പറയാറുണ്ട്. സൊസൈറ്റിയിലും അതുപോലെ വ്യക്തികളിലും ഒക്കെ സയൻസിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കാണിക്കുന്ന രചനകളാണ് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത്.
അത്തരം ഇമ്പാക്റ്റ് റിയൽ ആവാം, അതുപോലെ തന്നെ ഇമാജിനറി ഭാവനയിൽ മാത്രമുള്ളതും ആവാം. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പല ചേഞ്ചസും സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ചേഞ്ചസ് ഫ്യൂച്ചർ ജനറേഷനെ എങ്ങനെ ബാധിക്കുമെന്ന ചിന്തയാണ് ആക്ച്വലി ആ ഒരു റൈറ്റേഴ്സിനെ അല്ലെങ്കിൽ എഴുത്തുകാരെ ഇത്രയും വലിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രചനകളിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പിന്നെ പറയുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക പുരോഗതികളും അതുപോലെ തന്നെ വിവിധ ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകൾ, ടൈം ട്രാവൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ട്രാവലിംഗ് ഇൻ ടു ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ, അതായത് ഭൂതകാലങ്ങളിലേക്കും ഭാവിയിലേക്കുമുള്ള യാത്രകൾ, അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ, സ്പേസ് എക്സ്പ്ലോറേഷൻ, ദെൻ സാങ്കല്പിക സമൂഹങ്ങൾ, മഹാദുരന്തങ്ങൾ വിതയ്ക്കുന്ന യുദ്ധങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ തീംസായിട്ട് വരുന്നത്. ഇത് ആക്ച്വലി ആ ഒരു ഭാവനകളെ വലിച്ചു നീട്ടാണ് ചെയ്യുന്നത്. ദെൻ ദ ഫോർറണ്ണർ ഓഫ് സിഫി വാസ് മാരി വോൾസ്റ്റോൺക്രാഫ്റ്റ്സ് നോവൽ ഫ്രാങ്കൻസ്റ്റൈൻ. In the novel, we see a man-made monster getting out of control of the maker, suggesting the possibility that scientific discoveries can be catastrophic to man. Some famous sci-fi works are A Journey to the Center of the Earth and Around the World in 80 Days by Jules Verne, and Time Machine, The War of the Worlds, The First Man on the Moon by H.G. Wells. With the coming of nuclear weapons, sci-fi began to sound less like fantasy and more like realism. The Russian and American space programs helped sci-fi to become popular. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് സയൻസ് ഫിക്ഷൻ്റെ ഫോർറണ്ണർ അല്ലെങ്കിൽ മുൻഗാമി എന്ന് പറയുന്നത് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന മേരി ഷെല്ലിയുടെ നോവലാണ്. ആ നോവലിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ നിർമ്മാതാവിൻ്റെ കൺട്രോൾ വിട്ടു പോകുന്നതിൻ്റെ ദുരന്തമായിട്ടാണ് കാണിക്കുന്നത്. പുതിയ പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ ദുരന്തം വിതയ്ക്കുമെന്നുള്ള സൂചനയാണ് ഇതിൽ കാണിക്കുന്നത്. ചില ഫേമസ് ആയിട്ടുള്ള സയൻസ് ഫിക്ഷൻസ് ആണ് നമ്മുടെ ജൂൾസ് വേണിൻ്റെ എ ജേർണി ടു ദ സെൻറ്റർ ഓഫ് ദി എർത്ത്, അതുപോലെ തന്നെ അറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. പിന്നെ നമ്മുടെ H.G. വെൽസിൻ്റെ ടൈം മെഷീൻ, ദ വാർ ഓഫ് ദ വേൾഡ്സ്, ദ ഫസ്റ്റ് മാൻ ഓഫ് ദ മൂൺ. ഇത്രയാണ് ഈ ഒരു സയൻസ് ഫിക്ഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്കിവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങളുടെ വരവോട് കൂടിയാണ് സയൻസ് ഫിക്ഷൻ ആ ഒരു ഫാൻറ്റസിയിൽ നിന്നും മാറി ഏതാണ്ട് റിയലിസമായിട്ട് മാറുന്നത്. റഷ്യയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ സ്പേസ് യാത്രകൾ ആ ഒരു സയൻസ് ഫിക്ഷനെ വളരെ പോപ്പുലർ ആക്കിയിട്ടുണ്ട് എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, then next one, magic realism. This term was first used by the German art critic Franz Roh to describe the quasi-surrealist work of a school of German painters. Now, the term has come to mean fictional prose works that integrate the fantastic or mythical elements into an otherwise realistic narrative. Works of this genre draw their energy from fables, folktales, and myths, but they retain their strong contemporary social relevance. In such novels, characters often have traits like levitation, flight, telepathy, and telekinesis. ഇവിടെ പറയുന്നത് ജർമ്മൻ ക്രിട്ടിക്കായിട്ടുള്ള ഫ്രാൻസ് റോ ആണ് ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ജർമ്മൻ പെയിൻറ്റേഴ്സിൻ്റെ കാസി സർറിയലിസ്റ്റ് പെയിൻറ്റിങ്സുകളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനാണ് ആക്ച്വലി ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത് ഭാവനാപരവും അതുപോലെ തന്നെ മിത്തിക്കൽ എലമെൻറ്റ്സ് കൂട്ടിക്കലർത്തി ഉണ്ടാവുന്ന ചില വർക്ക്സിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഫേബിൾസ് അതുപോലെ തന്നെ ഫോക്ക് ടെയിൽസ്, മിത്സ് മുതലായവരിൽ നിന്നുമാണ് ഈ ഒരു വർക്ക്സിന് എനർജി കിട്ടുന്നത്. എന്നാലും ആ ഒരു കണ്ടംപററി സോഷ്യൽ റെലവൻസ് അത്തരം രചനകൾക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരം നോവൽസിലെ ക്യാരക്ടേഴ്സ് ചില അമാനുഷിക കഴിവുകളുള്ളവരായിരിക്കും. ആകാശത്തിൽ ഉയരാനും അതുപോലെ തന്നെ തങ്ങി നിൽക്കാനും പറക്കാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് അവരുടെ ആ ഒരു 5 സെൻസസ് അതായത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ ആ ഒരു ആശയങ്ങൾ പകർന്നു നൽകാനും സാധനങ്ങളെ തൊടാതെ തന്നെ മനഃശക്തി കൊണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ഒക്കെയുള്ള ആ ഒരു ശക്തിയും ഇതിലെ ക്യാരക്ടേഴ്സിന് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ the most famous works in this genre are 100 Years of Solitude, Love in the Time of Cholera, Gabriel Garcia Marquez, Like Water for Chocolate, Laura Esquivel, Midnight's Children, The Most Last Sigh, Salman Rushdie, The House of the Spirits, Isabel Allende, The Wind-Up Bird Chronicle, Haruki Murakami, Night at the Circus, Angela Carter, The Tin Drum, Gunter Grass, The Book of Laughter and Forgetting, Milan Kundera, many stories written by George Louis Borges. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ജനറയിലെ മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്.
The next one, anti-novel. Anti-novel is experimental fiction. It dispenses with certain traditional elements of fiction. In anti-novel, there is no characterization, descriptions of the states of mind, locations in time and space, or the unfolding of an ordered plot. It challenges the expectations of the readers. Readers are given a series of visual perceptions. It is not mandatory that the reader should start reading an anti-novel from page 1. The reader can start from anywhere as the novel is written by disparate pieces of information. The reader should assemble these and make sense of them. Confusion is the main objective of the anti-novelist. The term anti-novel or anti-roman was first used by Jean-Paul Sartre in 1984. He used it in his introduction to the novel Portrait of a Man Unknown by Nathalie Sarraute. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ ഫിക്ഷനെയാണ് നമ്മൾ ആൻറ്റി നോവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഫിക്ഷനിലെ ട്രഡീഷണൽ എലമെൻറ്റ്സ് ഇവിടെ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ക്യാരക്ടറൈസേഷൻ ഇല്ല, മാനസികാവസ്ഥകളുടെ വിവരണങ്ങളില്ല, കൃത്യമായിട്ടുള്ളൊരു ടൈമോ പ്ലേസോ ഇല്ല, കൃത്യമായിട്ടുള്ളൊരു പ്ലോട്ടും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കില്ല. പിന്നെ പറയുന്നുണ്ട് ആ ഒരു റീഡേഴ്സിന് ഫസ്റ്റ് പേജ് മുതൽ തന്നെ വായന തുടങ്ങണമെന്നില്ല. അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അവരുടെ വായന തുടങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിവിധ കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ പീസസ് ആയിട്ടാണ് ഇത്തരം നോവൽസുകളിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റീഡേഴ്സിന് ഈ വിവിധ പീസസ് കൂട്ടിച്ചേർത്ത് അതിൽ നിന്നും ഒരു കഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആൻറ്റി നോവലിസ്റ്റുകളുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നതും ആ ഒരു റീഡേഴ്സിനെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് 1984 ഷോൾ പോൾ സാട്രെയാണ് ആൻറ്റി റൊമാൻ അല്ലെങ്കിൽ ആൻറ്റി നോവൽ എന്ന ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത്. നറ്റാലി സറോറ്റയുടെ പോർട്രേറ്റ് ഓഫ് എ മാൻ അൺനോൺ എന്ന നോവലിലുള്ള ഒരു ഇൻട്രൊഡക്ഷനിലാണ് അദ്ദേഹം ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സം മേജർ നോവൽസ് ഇൻ ദിസ് കാറ്റഗറി ആർ ദ വോയർ ആൻഡ് ചെലസി, എലൻഡ്രോപ്പ് ഗ്രില്ലറ്റ്, ട്രോപ്പിസംസ് ആൻഡ് ദ പ്ലാനറ്റോറിയം, നറ്റാലി സറോറ്റെ, പാസിംഗ് ടൈം ആൻഡ് ടിഗ്രേസ്, മിഷേൽ ബ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറച്ച് നോവൽസാണ് നമ്മൾ ഇവിടെ വായിച്ചിട്ടുള്ളത്. ദെൻ മെറ്റാഫിക്ഷൻ. Metafiction is about fiction. It calls attention to its own fictionality. It deliberately breaks the illusions of reality that conventional fiction has always tried to build. The term was first used in 1970 by the American theorist and novelist William H. Cass. The term was popularized by the American literary critic Robert E. Scholars. Metafiction examines the nature and status of fiction itself. In the book Metafiction, The Theory and Practice of Self-Conscious Fiction, Patricia Vo defines metafiction. Metafiction is a term given to fictional writing which self-consciously and systematically draws attention to its stature as an artifact in order to pose questions about the relationship between fiction and reality. Self-conscious fiction and narcissistic fiction are two terms that critics usually use to denote metafiction. ഓക്കെ, ഫിക്ഷനെ പറ്റിയുള്ളതിനെയാണ് മെറ്റാഫിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫിക്ഷനാലിറ്റിയെ അത് ഓർമ്മപ്പെടുത്താണ് ചെയ്യുന്നത്. സാധാരണ ഫിക്ഷനിൽ യഥാർത്ഥ ബോധം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മെറ്റാഫിക്ഷനിൽ അത് തകർക്കാനാണ് ശ്രമിക്കുന്നത്. 1970 അമേരിക്കൻ തിയറിസ്റ്റും നോവലിസ്റ്റുമായിട്ടുള്ള വില്യം എച്ച് ഗ്യാസ് ആണ് ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അമേരിക്കൻ ലിറ്റററി ക്രിറ്റിക് റോബർട്ട് ഇ സ്കോൾസ് ആണ് ഇതിന് പ്രചാരണം നൽകിയിട്ടുണ്ടായിരുന്നത്. നോവലിൻ്റെ തന്നെ നേച്ചറും സ്റ്റേറ്റസും എക്സാമിൻ ചെയ്യുകയാണ് മെറ്റാഫിക്ഷൻ ചെയ്യുന്നത്. തൻ്റെ ബുക്കായിട്ടുള്ള മെറ്റാഫിക്ഷൻ ദ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് സെൽഫ് കോൺഷ്യസ് ഫിക്ഷനിൽ പട്രീഷ്യ വോ മെറ്റാഫിക്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഫിക്ഷനും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ തന്നെ പ്രകൃതിയെയും അതുപോലെ തന്നെ അവസ്ഥയെയും പറ്റി അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി, അതായത് ക്രമാനുഗതമായും നടത്തുന്ന രചനകളാണ് മെറ്റാഫിക്ഷൻ. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ കാണാനാണ് ഇവിടുത്തെ ശ്രമം. മെറ്റാഫിക്ഷൻ പരാമർശിക്കാനായിട്ട് ക്രിട്ടിക്സ് ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് ആണ് സെൽഫ് കോൺഷ്യസ് ഫിക്ഷൻ അതുപോലെ തന്നെ നാർസിസിസ്റ്റിക് ഫിക്ഷൻ എന്നുള്ളത്. സം വെൽ നോൺ എക്സാമ്പിൾസ് ഓഫ് മെറ്റാഫിക്ഷൻ ആർ ദ ഫ്രഞ്ച് ലെഫ്റ്റനൻറ്റ്സ് വുമൺ ജോൺ ഫാൾസ്, പേൽ ഫയർ വ്ളാഡിമിർ നബോക്കോവ്, ലോസ്റ്റ് ഇൻ ദ ഫൺ ഹൗസ് ജോൺ ബർട്ട്, Snow White Donald Barthelme, If on a Winter's Night a Traveler, Italo Calvino, Possession, A.S. Bayat.
ഇവിടെ പറഞ്ഞിട്ടുള്ളത് മെറ്റാഫിക്ഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതിലെ വർക്ക്സും റൈറ്റേഴ്സിനെയാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ. Many writers questioned history's superior status as a truth-telling discourse. They said that an objective reconstruction of the past is impossible. History, to them, is another narrative just like literature. The eminent historian Hayden White argues that history writing employs specific kinds of the plot structures. While writing history, historians fill the gaps just like a fiction writer adds details to his plot. The postmodernist belief in history has problematized history. The postmodernists believe there is no universal, authentic history. Postmodern age is an age of historical pluralism, and different ethnic or cultural or social political groups can have different accounts of the same historical event. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്ററി സത്യം തുറന്ന് കാണിക്കുന്ന വർക്ക്സ് ആയതുകൊണ്ട് തന്നെ ഫിക്ഷനേക്കാളും ഉയർന്ന പദവി ഹിസ്റ്ററിക്കുണ്ട് എന്ന അവകാശവാദത്തെ പല റൈറ്റേഴ്സും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിയും ലിറ്ററേച്ചർ പോലെ തന്നെ വേറൊരു രചനയാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഹെയ്ഡൻ വൈറ്റ് പറയുന്നത് ചരിത്രം എഴുത്ത് നടക്കുന്നത് ചില പ്രത്യേകതരം പ്ലോട്ട് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് എന്നാണ്. ഹിസ്റ്ററി എഴുതുമ്പോൾ ഹിസ്റ്റോറിയൻസ് പലപ്പോഴും വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കാൻ സ്വന്തമായി പലതും എഴുതി പിടിപ്പിക്കും. പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് ഈ ഒരു ഹിസ്റ്ററിയോടുള്ള ഈ അവിശ്വാസം ചരിത്രത്തെ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സ് പറയുന്നത് എല്ലാവർക്കും ബാധകമാകുന്ന ആധികാരികമായിട്ടുള്ള ഒരു ഹിസ്റ്ററി എന്നൊന്നില്ല എന്നാണ്. പോസ്റ്റ് മോഡേൺ ഏജ് ചരിത്രപരമായിട്ടുള്ള വൈവിധ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ്. Thus to the British, the uprising of 1857 in India is merely a Sipahi mutiny, but to the Indian it was the first war of independence. The postmodern sense of history has influenced fiction writers and therefore they attempt to rewrite history in the form of novels. Such novels can be treated as alternative histories. Linda Hutcheon, an acclaimed theorist of postmodern fiction, calls postmodern historical novels as historiographic metafiction. Historiographic metafiction does not try to banish history. It simply allows the text of history for various interpretations. It teaches history through fiction. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് 1857 ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന മഹാസംഭവത്തെ ഇംഗ്ലീഷുകാർ കാണുന്നത് വെറും ഒരു സിപ്പായി ലഹളയായിട്ടും എന്നാൽ ഇന്ത്യക്കാർ അതിനെ കാണുന്നത് അവരുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ടുമാണ്. ഈ ഒരു പോസ്റ്റ് മോഡേൺ സെൻസ് ആ ഒരു റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ആ ഒരു ഹിസ്റ്ററി നോവലിൻ്റെ രീതിയിൽ അവതരിപ്പിക്കാൻ പല റൈറ്റേഴ്സിനെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം നോവൽസ് ഹിസ്റ്ററിയുടെ വെറുമൊരു ഭാഷ്യമായിട്ടാണ് കണക്കാക്കാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മോഡേൺ ഫിക്ഷൻ്റെ തിയറിസ്റ്റ് ആയിട്ടുള്ള ലിൻഡ ഹച്ചിയോൺ പോസ്റ്റ് മോഡേൺ ഹിസ്റ്റോറിക്കൽ നോവൽസിനെ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഹിസ്റ്ററിയെ ബാനിഷ് ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹിസ്റ്ററിയെ പല വ്യാഖ്യാനങ്ങൾക്കും വിട്ടുകൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് നോവലുകളിൽ കൂടെ ചരിത്രം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സം എക്സാമ്പിൾസ് ആർ ദ ഫ്രഞ്ച് ലെഫ്റ്റനൻറ്റ്സ് വുമൻ ജോൺ ഫോൾസ്, Midnight's Children Salman Rushdie, The English Patient മൈക്കൽ ഓൺചാൻസിയ, സ്നോ ഓഹാൻ പമുക്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഫിക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. So let me wind up here. Thank you for watching my kids. Bye.